നമസ്കാരം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, വേഗത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില ശുഭകാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഭഗവാനെ വന്ദിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളിൽ വളരെയധികം വ്യക്തികൾക്കും അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. കുടുംബ ജീവിതത്തിൽ ചില പ്രയാസകരമായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം തരണം ചെയ്ത് ചില സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നും കാണുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചാലും അതിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്നും, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള തടസ്സങ്ങൾ അത് ഭഗവാനായി തന്നെ നീക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നും കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യമാണ് എങ്കിലും അത് നടക്കാൻ തുടക്കം കുറിച്ചിരിക്കുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് നൽകുവാനായി തന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ ഒരു മനസ്സും ശക്തിയും നിങ്ങൾക്ക് അതിനുള്ള മനസ്സും ശക്തിയും ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെടുക എന്ന് കാണുന്നു. അതിനാൽ തന്നെ വിചാരിക്കുന്നതായ കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള ആ ഒരു സാധ്യതയും വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അത്തരം ചില പ്രയാസങ്ങൾ അകലുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അടുപ്പമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട്, വളരെയധികം വിശ്വാസമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ ആരംഭം കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും പല തീരുമാനങ്ങളും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാത്തതായ രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നും, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് മുൻപിൽ പ്രശ്നം ഉള്ളത് എന്താണോ അതിൽ ശരിയായ രീതിയിലുള്ള ഒരു അഭിപ്രായം സ്വരൂപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ചില പ്രതിസന്ധികൾ, ചില ആശയക്കുഴപ്പങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില ദുഃഖങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം വ്യക്തികളുടെ ദുഃഖകരമായ ഒരു എനർജിയും ഇവിടെ കാണുന്നു. ചില കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. എങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നതും വാസ്തവമാണ്. എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായി ഈ സമയം ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഉത്തരം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ സാഹചര്യം കടന്നു വരാം. അതായത് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നതാണ്. വലിയ ഒരു സമാധാനം, സന്തോഷം അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ മുൻപിലുള്ള ജീവിതത്തിൽ വളരെ വിലപ്പെട്ടത് എന്ന് കരുതുന്നതായ പല കാര്യങ്ങളും
വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതായ പല കാര്യങ്ങളും നഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും നഷ്ടമായിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങളിൽ പലരും. അതായത് പലരിലും ഒരു പ്രയാസം, നഷ്ടബോധം നിങ്ങളിൽ കടന്നു വന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ പ്രയാസപ്പെടാതെ വളരെയധികം പ്രതീക്ഷയോടെ പോസിറ്റീവായി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കണം. ഇപ്പോഴുള്ളത് അത്തരമൊരു അവസരമാണ് എന്നും നിങ്ങൾ എന്ത് വിചാരിച്ചാലും പോസിറ്റീവായി കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കൂടാതെ ഈ സമയം വളരെ ബുദ്ധിപൂർവമായി തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും ആ ഒരു കാര്യത്തിന് വേണ്ട എല്ലാ പിന്തുണയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട എന്ന രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ പലരും വേണ്ട എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവർ വേണ്ട എന്നത് പറഞ്ഞത് മൂലം ഉപേക്ഷിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാവുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണയും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കാനുള്ള സാധ്യത ആയിരിക്കും ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുക. മുൻപ് പരാമർശിച്ചതുപോലെ ചില ആശങ്കകൾ, സങ്കടങ്ങളൊക്കെ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നുമുണ്ട്. അതുമൂലം ഭയം, നെഗറ്റീവായ ചിന്തകൾ ഇവയൊക്കെ നിങ്ങളിൽ കയറി കൂടിയതായ ഒരു സാഹചര്യവും കാണുവാനായി സാധിക്കുന്നു. എപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മാത്രം മുഴുകിയിരിക്കുന്ന സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ മനസ്സ് വച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും, ആ ഭയത്തിൽ നിന്നും, നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾക്ക് മുൻപിൽ ഒരു വെളിച്ചമുണ്ട്. അവിടെ സന്തോഷവും സമാധാനമൊക്കെ അനുഭവിക്കുവാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്താത്തതായ സാഹചര്യം പോലുമുണ്ട് എന്ന് കാണുന്നു. ഉള്ളിലുള്ള സങ്കടങ്ങളിൽ, വിഷമങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുവാനാണ് പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത് എന്നും കാണുന്നു. നിങ്ങളുടെ ചുറ്റുപാടുകളെ അറിയുവാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ ചുറ്റിലുമുണ്ട്. അവയെ അറിയുവാൻ നിങ്ങൾ ഈ സമയം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഇരുട്ടിൽ നിന്നും നിങ്ങളെ പ്രകാശത്തിലേക്ക് സ്വയം എത്തിച്ചേരുവാനുള്ള വഴികൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് ഈ സമയം പ്രദാനം ചെയ്യുക. കൂടാതെ ചില സാഹചര്യങ്ങളാൽ, ചില വ്യക്തികളാൽ ഒറ്റപ്പെട്ട് കഴിയുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. സാമ്പത്തികപരമായി പോലും ഒറ്റപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ശത്രുതയുള്ള ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാത്തതിലുള്ള വിഷമവും നിങ്ങളിൽ കാണുവാനായി സാധിക്കുന്നു. അത്തരത്തിൽ ഒരു പരിഗണനയും ലഭിക്കാത്തതായ ഒരു ഒറ്റപ്പെടലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത്. അതിനാൽ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുക. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്പോൾ തീർച്ചയായും ഈ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കുവാൻ പോലും സാധിച്ചു എന്നും വരാം. ഈ സമയം പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക.